ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ എടുത്ത നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും കുറേ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ നമ്മളൊന്ന് വൈകിയത്. ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ അതാ നേരത്തെ എണീറ്റിട്ട് ഞാൻ നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴയാണ്, അപ്പോൾ അവർക്ക് എണീക്കാനൊക്കെ ഒരു മടി തോന്നില്ല നമുക്ക്. അപ്പോൾ മടി ഉണ്ടായിട്ട് കാര്യമില്ല, എണീറ്റേ പറ്റുമെന്നുകൊണ്ട് മനസ്സിൽ കരുതിയിട്ടാണ് എണീക്കും. എന്നിട്ട് രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മക്കളെ വിളിക്കൽ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കുട്ടികൾക്ക് ലഞ്ചൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് കുട്ടികളെ വിളിക്കലിട്ടാ. അങ്ങനെ വിളിച്ച് അവരെ ക്ലാസ്സിനൊക്കെ മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ നല്ല മഴയാണ്. അവനെ എന്നും കൊണ്ടാക്കുന്ന ഒരു സമയത്ത് മഴ തന്നെ ആയിരിക്കും കേട്ടോ. ഞാനൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയത്ത് ഇങ്ങനെ നടക്കാൻ നമുക്ക് നല്ല രസമാണ്. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയും പോയി വരുമ്പോഴേക്കും. അവനെ അങ്ങാടിയിലേക്ക് ആക്കിയിട്ട് ഞാൻ ബസ് കയറ്റി വിട്ടതിന് ശേഷം പിന്നെ തിരിച്ചു വരും. ഇനി മഴയത്ത് നമുക്ക് ആയാലും ചൂടത്തായാലും രാവിലത്തെ ഈ ഒരു നടത്തം അത് പതിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ഉമ്മാക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ അടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാണ്. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പിന്നെ ഇവർക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എണീക്കണം. പിന്നെ മോളിപ്പോൾ +1 ആയ കാരണം കൊണ്ട് അവൾക്ക് കുറച്ച് ഇപ്പോൾ നേരം വൈകിട്ടാണ് പോകൽ. 10ാം ക്ലാസ് ആയിരുന്ന സമയത്ത് ട്യൂഷനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല നേരത്തെ പോയിരുന്നു. 6:30 6:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോഴേക്കും എല്ലതും എനിക്ക് റെഡി ആവേണ്ടിന്ന്. ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇന്നലെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പച്ച ഓലൊക്കെ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു ചൂലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഇരുന്നിട്ട് കണ്ട് ഒരു ചൂലിനുള്ളത് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓലൊക്കെയാണ്, അതൊക്കെ ഒന്ന് കൊണ്ടുപോയിടാണ്. അപ്പോൾ മുറ്റത്ത് പോർച്ചിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം രാത്രി അപ്പോൾ പിന്നെ അതിന് ഒന്ന് കൊണ്ടുപോയിടാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഏതായാലും അടിച്ചു വരാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ടതിന് ശേഷം നമ്മളിതാ അടിച്ചു വരുന്നുണ്ട്. രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയുള്ള ആൾ തന്നെയാണ് ഞാനിങ്ങനെ കരുതിട്ട എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ നേരത്തെ എണീക്കണത്? നല്ല തണുപ്പല്ലേ ഇപ്പോൾ, മഴത്തായാലും ചൂടത്തായാലും ഒക്കെ രാവിലെ കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ നമുക്ക്. അതങ്ങനെ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടാ. അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളൊരു കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു മാറ്റം വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും സാധിക്കൂട്ടാ. അത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീക്കാൻ വേണ്ടി ചെയ്യുന്ന ഐഡിയ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലാറം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മൊബൈലുണ്ട്. 3 മൊബൈൽ 3 സ്ഥലത്തായിട്ട് വെക്കൂട്ട റൂമിൽ. ഞാനും മക്കളും കൂടി അങ്ങനെ കിടക്കലല്ലേ. അപ്പോൾ അത് 3 സ്ഥലത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നിൽ നമ്മൾ 5 മണിക്കാണ് സെറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എണീറ്റിട്ട് ആ മൊബൈൽ ഓഫ് ചെയ്യും. പിന്നെ ഒന്നും കൂടി ഒന്ന് കിടക്കട്ടെ എന്ന് എത്തുമ്പോഴത്തേനും 5:05 മറ്റേ മൊബൈലിൽ അലാറം അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എണീറ്റ് കുറച്ചും കൂടി ദൂരത്തായിരിക്കും. അപ്പോൾ അത് പോയി ഓഫ് ചെയ്യും. അങ്ങനെ 2 നിന്നുകൊണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഉറക്കം അങ്ങനെ പോകും. ഇപ്പോൾ അതങ്ങനെ ശീലമായി. ഇപ്പോൾ ആ നേരത്തെ എണീറ്റ് കാരണം കൊണ്ട് ആ നേരത്തെ നമുക്ക് എണീക്കാണ്ട് എന്തായാലും ഉണരും നമ്മൾ ആ ഒരു സമയത്ത്. ഇങ്ങനെ കറക്റ്റ് നമ്മൾ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണരും. അങ്ങനെ നമ്മൾ അതൊക്കെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഇനി മീൻ മുറിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് വെത്തൽ മീനാണ് കേട്ടോ. ചെറിയ വെത്തലാണ്. ഇതേന് മീൻകാരൻ്റെ അടുത്ത് കൊടുന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ പിന്നെ അതങ്ങാണ്ട് വാങ്ങിയതാണ്. ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറേ സമയം പണിയെടുക്കാൻ കിട്ടും എന്നുള്ളതാട്ടോ പിന്നത്തെ ഒരു കാര്യം. ഇപ്പോൾ രാവിലെ എണീക്കണതിന് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് കേട്ടോ. ആരോഗ്യകരമായിട്ടും പിന്നെ മാനസികമായിട്ടും ഒക്കെ നമുക്കൊരു ഇത് കിട്ടുന്നത്, സ്ട്രെങ്ത്ത് കിട്ടുന്ന ഒരു ടൈം തന്നെ രാവിലെ തന്നെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു മനസ്സിനും സമാധാനമാണ്. പിന്നെ ഈ നേരമില്ലാതെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കുറച്ച് സമയം ഇരുന്നെങ്കിൽ മൊബൈലൊക്കെ ഒന്ന് നോക്കണം, കുറച്ച് നേരം ഇരിക്കണം, അങ്ങനെയൊക്കെ തോന്നില്ലേ. അപ്പോൾ ഒന്നിനും നേരമില്ല, ഞാൻ ആ പണി അവിടെ എടുക്കണ്ടല്ലോ, ഈ പണി അവിടെ എടുക്കണ്ടോ ഒരു വിരലി പിടിച്ചിട്ടൊരു പണി നടത്തേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് സമയം കിട്ടും നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വെത്തൽ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെത്തൽ നന്നാക്കിയ കൈമേൽ ഇങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ, അത് മാറാനായിട്ട് ഞാനൊരു ചെറുനാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒരതിട്ട് പിന്നെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് കൈ കഴുകിയിട്ട് തുടച്ചെടുക്കലാട്ടോ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാവും കൈ.
അങ്ങനെ നമ്മൾ പിന്നെ വെത്തലേക്ക് ആവശ്യമുള്ള വെല്ലുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം മതി. പിന്നെ തക്കാളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യൽ. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടർക്കൊക്കെ അറിയായിരിക്കും. ഒരു പാത്രം എടുക്കും, പിന്നെ അതിലാണ് ഞാൻ എല്ലതുകൊണ്ട് മുറിച്ച് വെക്കൽ കേട്ടോ. ചിലരിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചട്ടി ആദ്യം വെക്കും, എന്നിട്ട് തക്കാളി മുറിക്കാൻ നിൽക്കും, പച്ചമുളക് മുറിക്കാൻ, അങ്ങനെ നമുക്ക് ചെയ്യട്ടെ. പക്ഷേ എന്ത് ചെയ്യുന്നതും നമുക്കൊരു വൃത്തിക്ക് ചെയ്താൽ മതി, കൗണ്ടർ ടോപ്പിലൊന്നും ആക്കാതെ. അപ്പോൾ ഒരു പണിക്കൊരു ഒരുക്കണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയം കുറഞ്ഞു കിട്ടും. വെത്തൽ ഇന്ന് പീരാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ജീരകവും ഒരു 1/4 സ്പൂണോളം പെരിഞ്ജീരകവും ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളമാക്കിക്കാണ്ട്, ഇത് അരയാളൊരു വെള്ളം മതി. അങ്ങനെ നമ്മൾ അത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെത്തൽ കറി വെച്ചാലും പൊരിച്ചാലും അമ്മക്ക് ഇഷ്ടം ഉണ്ടാവണില്ല, ഇപ്പോൾ അങ്ങനെ കഴിക്കാനും പറ്റുന്നില്ലെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പീരാക്കി കൊടുക്കാമെന്ന് കരുതി. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വെത്തൽ ഒരു മൺചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ കൂടി ഒരുമിച്ചിട്ട് കൊടുക്കട്ട. വെല്ലുള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതാണ് എടുത്തിട്ടുള്ളത്. ഒരു വെല്ലുള്ളിയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറേ ഒരു സമയമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടാക്കൽ സിമ്പിളാണ്, എന്നാൽ രസവും ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒരുമിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ മീനൊക്കെ വറ്റിച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ പിന്നീടാണ് ചേർത്ത് കൊടുക്കുക. ഇത് ഈ വെത്തൽ പീരാക്കുമ്പോൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ സാധാരണ. അപ്പോൾ അതങ്ങനെ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വെത്തൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ അതിനുള്ള സാധനമൊക്കെ റെഡിയാക്കിയിട്ട് അതങ്ങോട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരുക്കം അങ്ങനെ ആകുമ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി നമ്മൾ ബീറ്റ്റൂട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരി ആയിട്ടന്ന് നമുക്ക് ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒറ്റ ബീറ്റ്റൂട്ടാട്ടോ, വലിയ ബീറ്റ്റൂട്ടാണ്. അതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീറ്റ്റൂട്ടൊക്കെ ഞാൻ പോയിട്ട് പച്ചക്കറി വാങ്ങണ കാരണം കൊണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് നോക്കി എടുക്കും. ഞാൻ ഇങ്ങനെ ജ്യൂസ് അടിക്കണതിലൊക്കെ ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട് ഇടും, പിന്നെ ക്യാരറ്റ് ഇടും. അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരു ജ്യൂസൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു 10-11 മണി സമയത്തൊക്കെ നമ്മൾ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ആയിട്ട് ആ ഒരു സമയത്ത് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും അല്ലെങ്കിൽ ചിലർക്ക് തലകറക്കമൊക്കെ വരുന്നൊരു ടൈമാണിത്. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസൊക്കെ ആക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് ജ്യൂസാക്കി കുടിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ബീറ്റ്റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടൽ. ആഴ്ചയിലൊരു പ്രാവശ്യം ഞാൻ പോയിട്ട് തന്നെ കൊണ്ടലാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പീരൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിൽ ആവശ്യമില്ല. നമ്മളിങ്ങനെ കുഴച്ചങ്ങാണ്ടും വെക്കുക, ഇനി തേങ്ങ ചതച്ചെടുത്തിട്ടും വെക്കുക. ചെറിയ രീതിയിൽ തേങ്ങയിൽ വെള്ളം ഒഴിച്ച് കണ്ടങ്ങണ്ട് അരച്ചങ്ങാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ വെത്തലൊന്നും അധികം വേവില്ലല്ലോ. അങ്ങനെ നമ്മൾ വെത്തൽ ഏകദേശം വെന്തതിൻ്റെ സമയത്ത് കുറച്ച് കറിവേപ്പിലും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലും വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയിൽ കുറച്ച് തേങ്ങ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഇങ്ങനെ എന്നും ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഇട്ട് കുഴച്ച് വയ്ക്കാൻ എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊന്നും കൂട്ടാനുണ്ടാവുക ഈ ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഉമ്മ കൊടുത്തയക്കൽ. അപ്പോൾ അത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചോറിൽ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത കാരണം കൊണ്ട് വേഗം കൊണ്ട് ഒരു ആവിക്ക് തന്നെ വേഗം വേവിട്ട ബീറ്റ്റൂട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ഒരു 3 സ്പൂണോളം മതി തേങ്ങ, അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ആയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി നമുക്ക് അത് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരി ഇങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മോള് കഴിക്കും. മോനൊക്കെ കണക്കിനായിട്ട് പച്ചക്കറി ഒന്നും കഴിക്കലില്ല.
കഴിക്കാൻ മടിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും സ്നാക്സ് ആക്കിയിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എല്ലാത്തിലും ഞാൻ പച്ചക്കറി ഇങ്ങനെ ആഡ് ചെയ്യും കേട്ടോ, അവനിങ്ങനെ കഴിക്കാത്ത കാരണം കൊണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു തക്കാളി വെച്ചിട്ടൊരു ചമ്മന്തി അല്ല അച്ചാറാണ്, ടൊമാറ്റോ അച്ചാർ എന്നാണ് പറയുക ഇതിന്. അപ്പോൾ ഇനി കുറച്ച് ഒരു 6 തക്കാളി ഞാൻ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി ഇങ്ങനെ നെടുകെ കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും കൂടെ ഇതായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്നിങ്ങനെ വാട്ടി കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മൾ തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തക്കാളി അച്ചാർ ചോറിക്ക് രസമാണ് കേട്ടോ അങ്ങനെ കുഴച്ച് കഴിക്കാൻ. അപ്പോൾ തക്കാളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നൊരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുല്ലാത്ത പുളി ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, നമ്മളൊരു നെല്ലിക്കൻ്റെ വലിപ്പമൊന്നുമില്ല, അതിനേക്കാൾ ചെറിയൊരു അളവിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മൂടി വെച്ച് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ തക്കാളി അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ടുണ്ട്. വേറെ നമ്മളെ നാരങ്ങ ചെറുനാരങ്ങ അതൊരു 3-4 ദിവസം മുന്നേ ഉപ്പിട്ട് കാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതേന്ന് കേട്ടോ. അപ്പോൾ കയ്പ്പ് രസം ഒന്ന് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അച്ചാറിടാമെന്ന് കരുതിയതാണ്. ഇനി അത് അച്ചാറിടണം കൂടി ഉണ്ട്. പിന്നെ ഇന്നത്തെ നമ്മളെ ചോറിന് ഇത്രയൊക്കെ തന്നെ കൂട്ടാനുള്ളൂ കേട്ടോ, കറി ഉണ്ടാക്കണില്ല. കറി ഉണ്ടാക്കിയാലും ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് കഴിക്കൽ മക്കനാണ് കറീൻ്റെ ആവശ്യമുള്ളൂ. മക്കൾ തീരെ കഴിക്കൂല, മീൻ കറി ആകുമ്പോൾ പ്രത്യേകിച്ച് തൊടാൻ വരില്ല കേട്ടോ. അതാണ് ഞാൻ പച്ചക്കറി കൂടുതലും ഉണ്ടാക്കലുണ്ട്. എന്നിട്ട് മീൻ ഫ്രൈ ആക്കി കൊടുക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്കൊരു വേറെ കൂട്ടാനൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ഇത് എല്ലാ വീടുകളിലും ഉള്ളൊരു കാര്യമാണ് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ മീനൊന്നും കാര്യമായിട്ട് കഴിക്കില്ല തോന്നുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഫ്രൈ ഐറ്റംസാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും ഉരുളക്കിഴങ്ങ് പൊരിക്കുക, മുട്ട പൊരിക്കുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം കൂടുതൽ. നാരങ്ങ അച്ചാറിടൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വിനെഗർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കിച്ചൺ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നേരാക്കിയിട്ട് ഇങ്ങനെ പോകട്ടോ. അപ്പോൾ നമ്മളെ പണി ഇങ്ങനെ ഒരുങ്ങണം എന്ന് നമുക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യത്തിൽ നമ്മൾ പോവാതിരുന്നാൽ മതി. ചിലർ ഒരു പണി എടുക്കുമ്പോൾ ഒരുപാട് പണികൾ എടുക്കുന്ന ആളുകളുണ്ട്. അതും ചിലപ്പോൾ ഒരു കഴിവായിരിക്കട്ടെ, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഇത് കണ്ടിരിക്കുമ്പോൾ ഇതന്നെ ഈ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. നമ്മൾ കുക്ക് ചെയ്യുന്ന ഏരിയയൊക്കെ ഇങ്ങനെ ഒന്ന് അപ്പോൾ തന്നെ വൃത്തിയാക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. അത് ഒക്കെ അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മളെ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്, അത് എൻ്റെ 2 മുളക് തൈ ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ തൈകളൊക്കെ ഉണ്ട്. നമ്മളെ ഉറുമാമ്പഴം, ചക്ക, നമ്മളെ ചക്കൻ്റെ പ്ലാവ് തൈ ഉണ്ടല്ലോ, അത് ചെറിയ ഇതാകുമ്പോൾ കായ്ക്കണ പ്ലാവ് ഉണ്ടല്ലോ, അത് ഇക്ക കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. ഇക്കാക്ക് ഭയങ്കര പിടിച്ച് കിട്ടാഞ്ഞിട്ട്. അപ്പോൾ അതിന് ഞാനൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്, മാഷാ അല്ലാ ഉണ്ടാവുമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ആ ഒരു കൊണ്ടുപോയ പാത്രം നമ്മളെ കുളത്തിന്ന് അപ്പോൾ ഇതിങ്ങനെ വരുന്ന സ്ഥലത്ത് തന്നെയല്ലേ, അപ്പോൾ അതിനോണ്ട് കഴുകാണ്ട് കയറിയാണ്. ഇന്ന് തിരുമ്പണം എന്നൊക്കെ കരുതിയതേന്നിട്ടാ നമ്മളെ കുളത്തിൽ വന്നിട്ട്. പക്ഷേ മഴ ഉണ്ടാവും, മഴ നമ്മളുകൊണ്ട് ഇറങ്ങി കയറുമ്പോഴേക്കും മഴ പെയ്യാണ്. ഇപ്പോൾ മഴ കൊണ്ട് കഴിഞ്ഞാൽ ഇനി പണി കിട്ടുമെന്ന് എഴുതിയിട്ട് ഇനി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വെയിലൊക്കെ വരുന്ന സമയം ഉണ്ടാവില്ല, അപ്പോഴൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരുമ്പൊക്കെ ചെയ്യാമെന്ന് എഴുതി. പിന്നെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുളത്തിൽ കൊണ്ടുപോയിട്ട് ഊരിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നമുക്ക് വേഗം ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള മാറ്റുകൾ, അങ്ങനെയുള്ള തുണികൾ, കിച്ചൺ ടവൽസൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ കഴുകിയെടുക്കും. അപ്പോൾ ഈ ഒരു കുളത്തിലത്തെ കല്ലൊക്കെ കുറച്ച് നല്ല ഒരയുള്ള കല്ലാണ് കേട്ടോ, നമ്മൾ ഇവിടുന്ന് കഴുകണേക്കാട്ടി നല്ല പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും. അവിടുന്ന് വന്നതിന് ശേഷം ഞാനിതാ തുടക്കണുണ്ട്. അപ്പോൾ കുളി നമ്മൾ രാവിലെ കഴിച്ചിട്ടുണ്ട്. മോനൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കുളിച്ചിട്ട് വന്നതാണ് ചെയ്തത്. അല്ലെങ്കിലും എനിക്ക് ഒന്നെങ്കിൽ രാവിലെ കുളിക്കണം അല്ലെങ്കിൽ വൈകുന്നേരമാണ് കുളിക്കൽ, അങ്ങനെയാണ് ശീലമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഡ്രസ്സ് മാറ്റുന്ന കാര്യമൊക്കെ എനിക്ക് ഇങ്ങനെ നനഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റണം, ചളി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റണം, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം കിട്ടുക. മിക്കവാറും നമ്മൾ ഒന്നും ആക്കാതെയാണ് പണിയൊക്കെ എടുക്കൽ. അങ്ങനെയാണ് ശീലമായിട്ട് നമുക്ക് എന്തും ഞാൻ പറഞ്ഞല്ലോ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എത്ര പണിയുള്ള വീടാണെങ്കിലും നമ്മളുടെ മനസ്സിലും നമുക്കൊരു നീറ്റ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നീറ്റ്നെസ്സിൽ നമുക്ക് എപ്പോഴും നടക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇട്ടിട്ടുള്ള ഈ ടോപ്പൊക്കെ കുറേ മുന്നേ എത്രയോ
എന്തായാലും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ആക്കണതല്ല. അപ്പം എൻ്റെ മോള് പറയും ഉമ്മ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ പഴയ ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണോ വീഡിയോ എടുക്കണമെന്ന് ചോദിക്കലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയണത് എന്തായാലും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അത് പുതുതാണോ എന്നുള്ളതല്ല കേട്ടോ, അത് വൃത്തിയുണ്ടോ എന്നുള്ളതാണ് അതിൽ കാര്യമുള്ള കേട്ടോ. നമ്മൾ എത്ര ഞാൻ പറഞ്ഞല്ലോ പണിയെടുക്കുകയാണെങ്കിലും ഇട്ട് നടക്കുകയാണെങ്കിലും അതിലൊന്നും ആക്കാതെ നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് കുറേ കാലം നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും. മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴും ഞാൻ ആ വീട്ടിലിട്ടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോവലിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വൃത്തിയുള്ളത് തന്നെ വീട്ടിലായാലും പുറത്തേക്കായാലും ഞാൻ വൃത്തി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കലുള്ളൂ. അങ്ങനെ കുറേ ഭംഗിയുള്ളതാണോ പുതുതാണോ അങ്ങനെ നോക്കലിട്ട്. ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിലും അത് ഒരു പരിക്കം പണിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം ഇട്ടാൽ മതി കിച്ചണിൽ തന്നെ. അത് അതിലൊക്കെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ കച്ചറൊക്കെ ആയിട്ട് വൃത്തിയില്ലാത്തൊരു ഡ്രസ്സ് ഇക്കാരം അപ്പോൾ അവർ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കൊണ്ടെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യവും കേട്ടോ നമ്മൾക്ക് വൃത്തി കിട്ടുന്നത്. പിന്നെ ഈ മോപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് 2 ഐറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മാറി മാറിയിട്ടാണ് യൂസ് ആക്കൽ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ കുളി രാവിലെ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചക്കാണ് നമ്മളത് വീഡിയോ എടുത്ത് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകട്ടെ. നമ്മളെ കൂട്ടാനുകളും ഒക്കെ മീനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാനിട്ടെ എന്നിട്ട് വേണം ഇനി വൈകുന്നേരം നമുക്ക് വീഡിയോ എടുക്കാം. ഉച്ചക്ക് നമ്മൾ കുറച്ച് നേരമൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കി എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെയാണ് ചെയ്യൽ. അങ്ങനെ പിന്നെ വൈകുന്നേരം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുകയാണ് കുട്ടികൾ വരുമ്പോഴേക്കും. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടിയും 1 സ്പൂണ് നമ്മളെ ചിക്കൻ മസാലയും 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുട്ട അടിച്ചെടുത്തിട്ട് നമ്മളിതങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മുട്ടയും ബ്രെഡും വെച്ചിട്ടൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുള്ളതൊക്കെ വേണം. അപ്പോൾ അത് അൺഹെൽത്തി അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുക്കലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറി കഴിക്കാനും വെജിറ്റബിൾ കഴിക്കാനൊക്കെ മടിയുള്ള ആളാണ് മോന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കേക്ക് കിട്ടുക നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇതാ 4 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്മിലാണ് ഫ്ലെയിം ഇട്ടുക. പിന്നെ ചീസാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ചീസ് നമ്മളിങ്ങനെ ചിരകിയിട്ട് കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ് ചീസ്. കുറച്ച് കയ്യിൽ വെള്ളമാക്കിയാണ്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അടിച്ച് വെക്കട്ടെ. അപ്പോൾ ഒന്നും കണ്ട് ആവി വരും. ചീസൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ ചീസൊന്ന് മെൽറ്റായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ റെഡ് ചില്ലി സോസും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. മയോണൈസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ മയോണൈസ് അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് ഒഴിച്ചു കൊടുക്കലില്ല. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ഇഷ്ടമാവും അവർക്ക്. പിന്നെ നമ്മളിങ്ങനെ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോരോ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ 2 മുട്ട അങ്ങനെ 2 ഇതിൽ പൊരിച്ചെടുത്താൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറ് പെട്ടെന്ന് ഫില്ലായി കിട്ടും. എൻ്റെ മോനിപ്പോൾ ഇനി സ്കൂളിട്ട് വന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചങ്ങാണ്ട് മദ്രസയിൽ പോകും. പിന്നെ മദ്രസ വിട്ടിരുമ്പോഴേക്കും ഒരു 8 മണിയാവും. അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് ഇരിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ വെല്ലുള്ളി വെച്ച് കൊടുത്തതിൻ്റെ മുകളിൽ മുട്ട വെച്ച് കൊടുത്ത് പിന്നെ 2 കക്കേരി വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരോ തക്കാളിൻ്റെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചൈനീസ് കാബേജാണ്. അത് അതിൻ്റെ ലീഫ് മാതിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മുറിച്ചിട്ട് ഓരോരോ പീസ് അത് വെച്ച് കൊടുത്ത് മുകളിൽ ബ്രെഡും വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രേ പണിയുള്ളൂ. എന്നിട്ട് നമ്മളിതങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിളും അങ്ങോട്ട് പോയി കിട്ടും. വയറും കുട്ടികൾക്ക് ഒന്ന് ഫില്ലാവട്ടെ. അങ്ങനെ 2-3 പീസ് ഉണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ ഒരു സ്നാക്സ് അതാണ്. പിന്നെ നമ്മൾ പഴം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴം ഇതുപോലെ തൊലിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. പുഴുങ്ങിയിട്ട് അങ്ങനെ പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ രാവിലെ മുട്ടയും പിന്നെ പഴമൊക്കെ പുഴുങ്ങിയിട്ട് ചിലപ്പോൾ കഴിക്കലുണ്ട്. രാവിലെ കുട്ടികൾ എണീറ്റിട്ട് അവർ പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോക്കാണ് ചെയ്യൽ. അപ്പോൾ അവർ പോയി വരുവോളം നമുക്കൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഇത് പഴം മുട്ടൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് കഴിക്കലുണ്ട്. പിന്നെ നട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കലുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പഴം ഉള്ളത് അതങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളെ വീട്ടിൽ ഈ മുട്ടയും പഴവും ഒക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ മുട്ടും പഴവും ഒന്നും കഴിക്കാത്ത കുട്ടികളാകുമ്പോൾ ഇങ്ങനെ വേഗം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അങ്ങനെ
നമ്മൾ മുട്ട ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ബട്ടറിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഈ ഒരു ബട്ടറിൽ ഇങ്ങനെ അതിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് പഴം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി പിന്നെ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും ചേർക്കാതെ ഇതുപോലെ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിൽ ഈ പഴം ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യൽ. മധുരം വലിയ ഇഷ്ടമില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ മധുരം കൂടുതൽ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. മുട്ടയിലായാലും കുറച്ച് മധുരം ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മുട്ടൻ്റെ മിക്സിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്മിലിട്ടങ്ങാണ്ട് ചെയ്താൽ മതി. അപ്പോൾ മുട്ട കരിയൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്സൊക്കെയാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അവർ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് മാറ്റിടുന്ന ഒരു സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന 2 എണ്ണമാണ് ഇത്. പിന്നെ മാറി മാറി നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഇനി മറ്റുള്ള വീഡിയോസിൽ നമുക്ക് ഷെയർ ആക്കാം അടുത്തതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കമൻസുകൾ അറിയിക്കട്ടെ വാല്യുബിൾ ആയിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബിൽ ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.